എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ റാഗിങ്ങിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു. കാരണം പുതിയൊരു റാഗിംഗ് പരാതി കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലാണ് റാഗിംഗ് പരാതി വന്നത്. ഇന്ന് ഈ കേസിൽ മൊഴിയെടുപ്പുണ്ട്. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയത്. റാഗിംഗ് നടന്നതായി ആന്റി റാഗിംഗ് കമ്മിറ്റിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സീനിയർ പയ്യന്മാർ നമ്മൾ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. അപ്പോൾ എന്നെ അവർ കുറേ അടിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്തോന്ന് എന്നെ മുട്ടുകുത്തിയിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു, കവലത്തിൽ ഒരു അടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടവൻ്റെ വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലു എന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വായ തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞ് തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ടാണെങ്കിൽ ഞാൻ കുടിച്ചത്. എന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിരുന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7ഓളം പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അഞ്ജു ജയപ്രകാശിന്റെ വിവരങ്ങളുമായി. അഞ്ജു, ഗുഡ് മോർണിംഗ്. ഈ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരു ക്യാമ്പസുകളിൽ നടക്കാറുണ്ടോ എന്ന് പോലും ചിന്തിപ്പിക്കുന്ന തരത്തിലാണ്. പിന്നെ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ അതിക്രൂരമായ ക്യാമ്പസ് ഈ റാഗിങ്ങിനിരയായി സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ട് 1 വർഷമാകുന്ന ദിവസം കൂടിയാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള സമാനമായ അതിക്രമങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്, റാഗിങ്ങുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതും ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ ഈ കാര്യവട്ട ക്യാമ്പസിലെ വിദ്യാർത്ഥിയുടെ പരാതി എന്താണ്? ഇത് എനിക്ക് തോന്നുന്നു ഹോസ്റ്റൽ മുറിയിലല്ല ഈ റാഗിങ് നടന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും അത്ര വലിയ ഗുഡായിട്ടുള്ള ന്യൂസുകളല്ല, വാർത്തകളല്ല നമുക്ക് മുമ്പിൽ എത്തപ്പെടുന്നത്. കോട്ടയത്തെ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും ക്രൂരതയുടെ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പിന്നാലെ ഇതാ കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലും സമാനമായിട്ടുള്ള റാഗിങ് നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രിൻസിപ്പൽ അതും സംബന്ധിച്ച റിപ്പോർട്ട്, റാഗിങ് നടന്നു എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ പരാതിക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയുടെ മൊഴി കഴക്കൂട്ടം പോലീസ് രേഖപ്പെടുത്താൻ ഇരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള റാഗിംഗ് ആണ് നടന്നിരിക്കുന്നത്. കുടിവെള്ളത്തിൽ തുപ്പിയിട്ടതിന് ശേഷം അത് കുടിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇനി അത് പുറത്ത് കളഞ്ഞാൽ, തുപ്പിക്കളഞ്ഞാൽ അതിൻ്റെ മേലിൽ മർദ്ദനമുണ്ടാവുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഷർട്ട് വലിച്ചു കീറുന്നു, മുട്ടുകാലിൽ നിർത്തി മുതുകത്ത് അടിക്കുന്നു, തറയിൽ വീണ വിൻസനെ വീണ്ടും മർദ്ദിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആവർത്തിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ. ഒരുപക്ഷെ സേതു സൂചിപ്പിച്ചതുപോലെ സിദ്ധാർത്ഥന്റെ മരണം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും റാഗിംഗ് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ക്യാമ്പസിലെ പല കോണുകളിൽ നിന്നും പുറത്തേക്ക് എത്തുന്നത്. സമാനമായിട്ടാണ് ഇവിടെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായിട്ടുള്ള 7ഓളം പേർക്കെതിരെ ഒരു വിദ്യാർത്ഥി, കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ ഒരു വിദ്യാർത്ഥി പരാതി നൽകുന്നത്. കഴിഞ്ഞ 11ാം തീയതി ക്യാമ്പസിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു അടിപിടി, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തുടർന്നുണ്ടായ റാഗിംഗ് പീഡനം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്ന് ഈ മർദ്ദനമേറ്റുള്ള വിദ്യാർത്ഥി ഈ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മർദ്ദിച്ചവർക്കും അതായത് ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി നൽകിയതിനെ തുടർന്ന് ഇരു കൂട്ടർക്കുമെതിരെ കഴക്കൂട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ പരാതി നൽകിയ വിദ്യാർത്ഥികളെ തേടിയാണ് സീനിയർ വിദ്യാർത്ഥികൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ പരാതി നൽകിയ വിദ്യാർത്ഥിയുടെ കൂടെ അന്ന് പരാതി നൽകാൻ പോയിട്ടുണ്ടായിരുന്ന ഈ ബയോടെക്നോളജിയിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ജോൺസനെ ഇവർ കാണുന്നത്, സീനിയർ വിദ്യാർത്ഥികൾ കാണുന്നത്. അങ്ങനെ ജോൺസനെ പിടിച്ച് പകരം കിട്ടിയവനെ കിട്ടിയില്ലെങ്കിൽ സുഹൃത്തിനെ കിട്ടിയാൽ അത്തരത്തിൽ പല മർദ്ദനവും നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള മർദ്ദന വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നതുമാണ്. അങ്ങനെയാണ് ജോൺസനെ കിട്ടുന്നത്. തുടർന്ന് ജോൺസനെ ഇവർ ക്രൂരമായി മർദ്ദിക്കുകയാണ്. പിന്നാലെ പ്രിൻസിപ്പളിന് പരാതി നൽകുന്നു. പ്രിൻസിപ്പൽ അത് ആന്റി റാഗിംഗ് സ്ക്വാഡ് അന്വേഷിക്കുന്നു, കമ്മിറ്റി അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിന് പിന്നാലെ ഇത് റാഗിംഗ് ആണെന്ന് സ്ഥിരീകരിക്കുന്നു. ആ റിപ്പോർട്ട് പ്രിൻസിപ്പൽ പോലീസിന് കൈമാറുന്നു.
മാറുന്നു. ഇനി പോലീസ് ഇന്ന് ഈ പരാതിക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം തുടർന്ന് ഈ റാഗിംഗ് സംബന്ധിച്ചിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസും തുടർ നടപടികളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പുറത്ത് ഈ പോലീസ് പ്രിൻസിപ്പൽ പരിശോധിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അതിക്രൂരമായിട്ടുള്ള റാഗിംഗ് വ്യക്തമാക്കുന്ന, വിദ്യാർത്ഥി സൂചിപ്പിച്ച തരത്തിലുള്ള റാഗിംഗ് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നിലവിൽ പോലീസ് വൃത്തങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി അഞ്ജു, കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നിന്നാണ് റാഗിംഗ് പരാതി വന്നിരിക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഓരോ സ്ഥലത്തും റാഗിംഗ് പരാതികൾ വരുമ്പോൾ പോലീസ് കേസൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ഇതിനപ്പുറം ഈ പരിപാടി അവസാനിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകട്ടെ. ഈ ക്രൂരത, റാഗിങ്ങിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. ഇതിപ്പോൾ റാഗിങ് അല്ല, മനുഷ്യനെ കൊല്ലുന്ന തരത്തിലാണ് ഓരോ സ്ഥലത്തു നിന്നും പരാതികളും കാഴ്ചകളും ഒക്കെ പുറത്തു വരുന്നത്. ശരി അഞ്ജു.